തെരഞ്ഞെടുപ്പിന് ഇനി 4 നാൾ മാത്രം അവശേഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് അവസാനഘട്ട പ്രചാരണ പരിപാടികൾ ശക്തമാക്കുകയാണ് മുന്നണികൾ. അതോടൊപ്പം പ്രചാരണത്തിനിടയിലെ വിവാദങ്ങളും ആരോപണങ്ങളും കെട്ടടങ്ങുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തലസ്ഥാനത്ത് ത്രികോണ മത്സരത്തിന് സാധ്യത ഉയരുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF-LDF പോരാട്ടത്തിനാകും സാധ്യത. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ മുന്നണികളിലെ അവസാനവട്ട തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ? ഫിജി, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി ഇപ്പോഴും മുന്നണികൾ മുന്നോട്ട് നിൽക്കുകയാണ്. ഈ അവസാന ദിവസങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇനി വളരെ കുറച്ച് ദിവസം, 4 ദിവസങ്ങൾ മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിലും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിനോടൊപ്പം തന്നെ പരാതികളും ഉയരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പരസ്പരം ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും തിരുവനന്തപുരം മണ്ഡലത്തിൽ NDAയും അതോടൊപ്പം UDFും തമ്മിലുള്ള പോരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. LDF സാധാരണഗതിയിൽ പ്രചാരണ പരിപാടികൾ നടത്തുമ്പോഴും NDAയും UDFും ശക്തമായ ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നുണ്ട്. ശശി തരൂർ കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥി ശശി തരൂർ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിരുന്നു. പ്രധാനമായും അറിയിച്ചത് തീരദേശ മേഖലയിൽ വോട്ട് ലഭിക്കാനായി പണം നൽകി സ്വാധീനിക്കാൻ NDA സ്ഥാനാർത്ഥി ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. എന്നാലും ഇത് KPCC ഇത് നിരസിക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം KPCC NDA സ്ഥാനാർത്ഥിക്കെതിരെ മറ്റൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി എന്ന പേര് ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നു, ലെറ്റർ പാഡിലടക്കം പേര് എഴുതി വിടുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉയർന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ. അതേസമയം പല സർവേകളും ചൂണ്ടിക്കാട്ടുന്നത് UDFന് ഉപരി LDFന് സാധ്യതയുണ്ടെന്നാണ്. LDF പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ UDFന് വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ ഉണ്ട് എന്ന് തന്നെയാണ് UDF വിശ്വസിക്കുന്നത്. 3 സമയത്തും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂർ. എന്നാൽ NDAക്ക് അക്കൗണ്ട് തുറക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് നിൽക്കുന്നത്. അത്തരത്തിൽ ശക്തമായ പ്രചരണമാണ്, ദേശീയ നേതാക്കളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് ഓരോ മുന്നണിയും നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും ഇനി ഈ അവസാന ഘട്ടത്തിൽ പോലും ശക്തമായ ഒരു പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ട്. വീടുകൾ കയറിയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോകളാണ് നടക്കുന്നുണ്ട്. ഏതായാലും പന്ന്യൻ രവീന്ദ്രന്റെ അടക്കമുള്ള പരിപാടികൾ രാവിലെ മുതലുണ്ട്. ഇന്ന് നടക്കുന്ന എല്ലാ പരിപാടികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനുശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രധാനമായും UDFും LDFും തമ്മിലുള്ള പോര് തന്നെയാണ്. LDFനായി V ജോയും UDFനായി അടൂർ പ്രകാശും മത്സരിക്കുന്നു. അടൂർ പ്രകാശ് സിറ്റിംഗ് MP ആണ് എന്നുള്ള ഒരു പ്രത്യേക പരിഗണന കൂടി ഈ 2 മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിലും UDFനുണ്ട്. UDFന് ഇത്തവണയും സീറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായ V മുരളീധരൻ നിൽക്കുന്നുണ്ട്. പക്ഷേ V മുരളീധരനേക്കാൾ ഒരു പടി മുന്നിലേക്ക് പ്രചരണം ശക്തമായിരിക്കുന്നത് LDFും UDFും തന്നെയാണ്. ഏതായാലും ആറ്റിങ്ങലും ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുക. ഏതായാലും വിധി എഴുതാൻ, ജനവിധി വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജനവിധി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഇനി ആരായിരിക്കും MP ആയി വരിക എന്നുള്ളത് തീരുമാനമുണ്ടാകും. ശരി വിഷ്ണു.